ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ സാധനം ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾ നേരത്തെ കുറേ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങനെയാണ് ഒരു ഫ്ലവർ ബൊക്കെ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരാൻ പോവുകയാണ്. അപ്പോൾ എന്നോട് കുറേ പേര് ഞാൻ ബൊക്കെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചോദിക്കും, ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്യുമോ എന്ന് ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് കുറച്ച് സാധനങ്ങൾ ആവശ്യമാണ്. അപ്പോൾ ഇതാണ് ബൊക്കെ ഷീറ്റ്. നമ്മൾ ഈ ഷീറ്റൊക്കെ നമ്മൾ തന്നെ നമ്മുടെ ഒരു അക്കൗണ്ട് ഉണ്ട്, അപ്പോൾ അതിൽ നമ്മൾ തന്നെ സെല്ല് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ അടുത്ത് നിന്ന് എടുക്കാം, അല്ലെങ്കിൽ വേറെ എവിടെ നിന്നാന്ന് വെച്ചാൽ നിങ്ങൾക്ക് വാങ്ങിക്കാം. നമുക്ക് കുറേ അധികം ബൊക്കെ ഷീറ്റ്സ് അവൈലബിൾ ആണ്, കുറേ കളേഴ്സിൽ അവൈലബിൾ ആണ്. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത് ഇതാണ് ഒയാസിസ്. നമ്മൾ ഈ ഫ്ലവർ കുത്താനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ്. നമ്മളൊരു ഫ്ലവർ ബൊക്കെ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. പിന്നെ സാധാരണ പോലെ കത്രികയും സാധനങ്ങളൊക്കെ വേണം. പിന്നെ കുറച്ച് ഫ്ലവേഴ്സ് നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ലാസ്റ്റ് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒയാസിസ് എടുത്തിട്ട് വെള്ളം നനച്ചിട്ട് ഒരു കവറിലാക്കി വെക്കണം. കാരണം അല്ലെങ്കിൽ ഇതിൽ നിന്ന് വെള്ളം ഊർന്ന് താത്തോട്ട് പോകും. അതുകൊണ്ട് നമ്മളൊരു കവറിലാക്കി ഇങ്ങനെ പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കണം. ഞാൻ നേരത്തെ അത് സെറ്റ് ചെയ്ത് വെച്ചേക്കണമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഉണ്ടാക്കാൻ പോണ ഞാനൊരു ബ്ലാക്ക് കളർ തീമിലായിരിക്കും ഉണ്ടാക്കുന്നത്. ബ്ലാക്കും റെഡ് റോസും വൈറ്റ് റോസും ഒക്കെ വച്ചിട്ടാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതൊരു ഹാർട്ടിൻ്റെ ഡിസൈനും ഇതൊരു എഴുതിയേക്കുന്ന ടൈപ്പിൽ ഉള്ളൊരു ഡിസൈനാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഒരു ഷീറ്റ് രണ്ടായിട്ട് മുറിക്കണം. അപ്പോൾ നമ്മൾ ഇത് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഐ ലവ് യു എന്ന് പറഞ്ഞൊരു ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഈ ഷീറ്റ് നമ്മൾ നടുക്ക് വെച്ചിട്ടായിരിക്കും ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ രണ്ട് ഷീറ്റും ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ നടുക്കായിട്ട് നമ്മൾ ഈ ഐ ലവ് യു എന്ന് പറഞ്ഞ ഈ ഷീറ്റ് വെക്കണം. ഇത് വെച്ച് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഈ ഒയാസിസ് എടുക്കുക. ഈ ഒരു ഷീറ്റ് എടുത്തിട്ട് ഇവിടെ ഒരു ചെറിയ ഒരു ചുളുക്ക് കൊടുക്കുക. ഈ സൈഡിലും അതേപോലെ തന്നെ ഒരു ചുളുക്ക് കൊടുത്ത് അങ്ങനെ പിടിക്കണം. എന്നിട്ട് നമ്മളൊരു സെല്ലോ ടേപ്പ് ഇതുപോലെ റാപ്പ് ചെയ്യണം. ഓക്കെ, നമ്മൾ ആദ്യത്തെ ആ ഒരു സെറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ വേറെ അടുത്ത ഷീറ്റ് എടുത്തത് ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു ചെറിയ ഒരു മടക്ക് നമ്മളിവിടെ ഇടണം. ഓക്കെ, ഇത് ഇങ്ങനെയാണ് നമ്മൾ വെക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ചെറിയ മടക്ക് കൊടുത്തിട്ട് ഇങ്ങനെ പൊന്തി പോലെ അതുപോലത്തെ സാധനം കൊടുക്കണം. സൈഡ് ഇത്തിരി പൊക്കി വെച്ചിട്ട് ഉള്ളൊരു സംഭവം. നമുക്കൊന്നത് സെക്യൂർ ചെയ്ത് വെക്കാനായിട്ട് ഒരു പശ കൊടുക്കും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ നടുക്കായിട്ട് ഇവിടെ ഇത് കവർ ചെയ്ത് കളയാനായിട്ട് ഇവിടെ ഒരു ചെറിയ ഒരു ബ്ലാക്ക് ഷീറ്റ് നമുക്ക് വെക്കണം ആദ്യം തന്നെ.
അപ്പോൾ അതിന് വേണ്ടി നമ്മൾ 2 സ്ക്വയർ ടൈപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ മടക്കിയിട്ട് ഓക്കെ. അപ്പോൾ അത് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കിയിട്ട് നമ്മൾ ഇവിടെ കവർ ചെയ്ത് കൊടുക്കണം. ഓക്കെ. അപ്പോൾ നമ്മൾ മറ്റേ ഷീറ്റ് 2ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഈ ഒരു ടൈപ്പിൽ നമ്മൾ മടക്കിയിട്ട് അതിൻ്റെ മേലെ ഒന്ന് ചെരിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെക്കണം. ഓക്കെ, ഇങ്ങനെ ഒന്ന് ചെരിച്ചിട്ട് ചെറിയൊരു ചുളുക്ക് കൊടുത്ത് അവിടെ വച്ചിട്ട് നമ്മൾ പശ ഒട്ടിക്കുക ചെയ്യുന്നത്. കട്ടി. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു സൈഡ് കവറായി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അപ്പുറത്തെ സൈഡും ചെയ്തെടുക്കണം. അതുപോലെ തന്നെ മടക്കി വെച്ചിട്ടുണ്ട്. നമ്മളൊരു ഇത് കൈ വെച്ച് പിടിക്കണേൻ്റെ ഒരു മരുങ്ങാട്ടോ, അത് അല്ലാതെ വേറൊന്നുമല്ല. പിടിക്കാൻ കിട്ടിയില്ലെങ്കിൽ ഭയങ്കര പാടാണ്. ഇത് 1-2 പ്രാവശ്യം നമ്മളത് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ശരിയാവാൻ തുടങ്ങും. ഇവിടെ നമ്മളെപ്പോൾ ഒരു ചുളുക്ക് കൊടുക്കുക, അപ്പോൾ അതിങ്ങനെ തുറന്ന് നിൽക്കും, അല്ലെങ്കിൽ അടഞ്ഞ് നിൽക്കണം പോലെ തോന്നും. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ ഒരു സെല്ലോ ടേപ്പും കൂടി കൊടുക്കണം. ഈ ഒരു സെല്ലോ ടേപ്പ് നമ്മളിവിടെ സെക്യൂർ ചെയ്യാനായിട്ട് ഫുൾ ഒരു റൗണ്ട് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒട്ടിച്ചു. അപ്പോൾ അത്രയും നമ്മൾ കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത ഷീറ്റ് എടുക്കണം. അപ്പോൾ ഞാൻ പിന്നെയും നമ്മൾ ഹാർട്ടിൻ്റെ തന്നെ ഷേപ്പായിരിക്കും ഓടി എടുക്കുന്നത്, എന്നിട്ടായിരിക്കും കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ബൊക്കയുടെ ഇത്രയും ഭാഗം കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം എടുത്ത ഷീറ്റ് അതേ ഡിസൈൻ എടുത്തിട്ട് നമ്മൾ 4ആയിട്ട് കട്ട് ചെയ്തേക്കണേണ്. ഈ ഒരു പ്രൊസീജിയർ തന്നെ, ഇങ്ങനെ മടക്കണ പ്രൊസീജിയർ തന്നെ നമ്മൾ ഇനി 2-3 പ്രാവശ്യം ചെയ്യണം. എന്നാലേ ഇത് ഫുള്ള് നമുക്ക് കവറായി കിട്ടുള്ളൂ. ഇങ്ങനെ വയ്ക്കുക, ഇങ്ങനൊരു മടക്ക് കൊടുക്കുക. കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കണം. ഇങ്ങനൊരു മടക്ക് കൊടുക്കുക, ഇവിടെ സെല്ലോ ടേപ്പ് ഇടണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ 2 മടക്കി സെറ്റ് ചെയ്ത് സെല്ലോ ടേപ്പ് കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വെച്ച പോലെ തന്നെ ലെയറാക്കിയിട്ട് ഇതിൻ്റെ അടിയിൽ വച്ചു കൊടുക്കണം. അത്രയുള്ള പരിപാടി കണ്ടോ. അങ്ങനെ ലെയറായിട്ട് ഇവിടെ വെച്ചു കൊടുക്കുക, സെല്ലോ ടേപ്പ് കൊടുക്കുക. ഈ ഒരു മടക്ക് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് വിടർന്ന് നിൽക്കാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് ഇവിടെ ഒരു സെല്ലോ ടേപ്പ് കൊടുക്കാം ഗൈസ്. കുറച്ച് നമ്മളോട് കുറേ പേരായി ട്യൂട്ടോറിയൽ വീഡിയോ ഇടാൻ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിത് ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ നമുക്ക് വേറെയും വർക്ക്സ് ഉള്ളത് കൊണ്ട് ഇതിങ്ങനെ ചെയ്യാണ്ടിരിക്കണമായിരുന്നു. ബട്ട് ഇപ്പോൾ എനിക്ക് കുറച്ച് സമയം കിട്ടിയപ്പോൾ ഞങ്ങളെ കാണിച്ചു തരാൻ വിചാരിച്ചു. ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ കാര്യമാണ് ഇതും.
നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ വീട്ടിലിരിക്കുന്ന അമ്മമാർക്ക് വരെ ചെയ്യാൻ പറ്റും. അത്ര സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അപ്പം നിങ്ങൾക്ക് ആർക്കാണെങ്കിലും ഈ ഒരു വീഡിയോ കണ്ട് ഇൻസ്പയറായിട്ട് ചെയ്യാൻ തോന്നിയാൽ ചെയ്യാലോ എന്ന് വിചാരിച്ചാണ്. ലൈക്ക് നമുക്ക് കുറേ ട്യൂട്ടോറിയൽ യൂട്യൂബിൽ അവൈലബിൾ ആട്ടോ, എൻ്റെ മാത്രമൊന്നുമല്ല, കുറേ അവൈലബിൾ ആണ്. അത് വിചാരിച്ചാരും പഠിക്കണ്ട. ഇതൊരു ഞാൻ ഇച്ചിരി വലിയൊരു ബൊക്കെയാണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ. കാരണം നമ്മൾ കുറച്ചധികം ഫ്ലവേഴ്സൊക്കെ ഇന്നലെ പോയി വാങ്ങിച്ചു, അതുകൊണ്ട് വലിയ ബൊക്കെ ഉണ്ടാക്കി കാണിക്കാമെന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ. അപ്പോൾ ഇതും കൂടി അങ്ങനെ വെച്ചിട്ട് സെല്ലോ ടേപ്പ് നമ്മൾ ഇടുന്ന സെക്യൂർ ചെയ്തെടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പേപ്പേഴ്സൊക്കെ വേണം എന്നാണെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ നമ്മളിത് സെല്ല് ചെയ്യുന്നുണ്ട്, നോക്കിയാൽ മതി. ഇഷ്ടമുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെലിവർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഷീറ്റ് എടുത്തിട്ട് ഇങ്ങനെ മടക്കാം. ഓക്കെ, ഇങ്ങനെ. എന്നിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ സെക്യൂർ ചെയ്ത് കൊടുക്കണം. അതൊരു 2 എണ്ണം സെക്യൂർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, നമുക്കത് ചെയ്യാം. നിർബന്ധം ഇല്ല. നമ്മൾ എല്ലാ പോയിന്റിലും ഒന്ന് സെക്യൂർ ചെയ്ത് വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. കാരണം അല്ലെങ്കിൽ വിട്ടു പോകും, അതാണ്. അപ്പോൾ എപ്പോഴും ഒന്ന് സെക്യൂർ ചെയ്ത് വെക്കാൻ നോക്കുക പറ്റണമെങ്കിൽ. ഇല്ല നിങ്ങൾക്ക് പിടിച്ചിക്കാൻ പറ്റുമെങ്കിൽ പിടിച്ചിക്കാം കേട്ടോ. എനിക്കങ്ങനെ പിടിച്ചിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനെല്ലാം ഒന്ന് സെക്യൂർ ചെയ്ത് വെക്കാറുണ്ട്, നമ്മൾ സേഫ്റ്റിക്കും ഇത് കിട്ടണ ആളുടെ സേഫ്റ്റിക്കും. ഓക്കെ, ഇതിപ്പോൾ നമുക്ക് 2 ഷീറ്റ് കിട്ടിയിട്ടുണ്ട്. ഇത് നേരെ ഇതിന് മുകളിൽ വെക്കാം. ഈ ഒരു നെക്ക്, ആ ഒരു നെക്കിലാണ് നമുക്ക് ആ ഒരു ഡിസൈൻ കിട്ടുന്നത്. കണ്ടോ, എങ്ങനെ അങ്ങോട്ട് നെക്കാം. നമുക്ക് ഇതും ഒന്ന് ടേപ്പ് വെച്ച് ഒന്ന് റൗണ്ട് ചെയ്തെടുക്കാം. ഈ സാധനം എന്തോരം നമ്മൾ മടക്കി വെക്കുന്നോ അത്രയും രസമുണ്ടാവും കാണാനായിട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് വരുന്നത്. ഇതിപ്പോൾ നമ്മൾ 2 എണ്ണം വെച്ചിട്ടുള്ളൂ. ഞങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമേ ബൊക്കെ ഉണ്ടാക്കണോണ്ടാണ് നമ്മളങ്ങനെ വെക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഒരു 4 എണ്ണമൊക്കെ വെക്കും. 4 എണ്ണമൊക്കെ വെക്കുമ്പോൾ എന്ന് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. പിടി കിട്ടണില്ല, അത് മാത്രമല്ല. ഓക്കെ, ഇവിടെ ഒന്ന് റൗണ്ടിൽ സെറ്റ് ചെയ്തിട്ട്. ഓക്കെ, ഇപ്പോൾ ഇത് ഇവിടെ സെക്യൂർഡ് ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതും എന്തോരം പേപ്പേഴ്സ് നമ്മൾ വെക്കണത് അത്രയും ബ്യൂട്ടിഫുള്ളായി കാണാനായിട്ട്. നമ്മൾ ഒരു ചെറിയ സെറ്റ് പേപ്പറും കൂടി ഇതിൽ ഇനി വെക്കണുണ്ട്. അതെന്ന് വെച്ചാൽ ഇവിടെ ഒന്ന് കവർ ചെയ്ത് കിട്ടാനാണ്. അല്ലെങ്കിൽ ഇവിടെ നമുക്കൊരു മെനകേട് പോലെ ഇരിക്കണ പോലെയൊക്കെ തോന്നും. നമ്മളതൊന്ന് കവർ ചെയ്ത് തീർക്കാനായിട്ട് ഒരു ഡിസൈൻ, മറ്റേ ഡിസൈൻ നമ്മളിവിടെ വെക്കണതാണ്. അതും ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഓക്കെ, പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് എന്നോട് വെറുതെ ഇരിക്കണമെന്ന് ചോദിക്കാറില്ലേ. സത്യം പറഞ്ഞാൽ കഴിച്ച് ഞാൻ വെറുതെ ഇരിക്കണില്ല, നിങ്ങൾ കുറേ പണി എനിക്കുണ്ട്. നിങ്ങൾ വെറുതെ ഇരിക്കണേണ, അവിടെ നിന്ന് വന്നിട്ട് വെറുതെ ഇരിക്കണേണ, നീ എന്ത് ചെയ്യണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ പണി എടുക്കണ്ട്. ഞാൻ എല്ലാം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയാത്തത്.
നമുക്ക് വർക്കും കാര്യങ്ങളും ഉണ്ട്. ഇപ്പം ഇതിൻ്റെ ആണെങ്കിലും കുറേ ഓർഡേഴ്സൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ചെയ്ത് തീർക്കാൻ പറ്റണ്ടേ ഗൈസ്, അതാണ് പ്രശ്നം. എല്ലാം കൂടി ചെയ്ത് തീർക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ വീഡിയോ എടുക്കൽ, ആ പരിപാടി ഈ പരിപാടി, ഇത് ഉണ്ടാക്കി കൊടുക്കണ പരിപാടി. അപ്പം നമ്മളിപ്പോൾ ഓർഡേഴ്സ് ബാംഗ്ലൂർ കൊടുക്കുന്നുണ്ട്, അത് കൂടാണ്ട് നമ്മൾ കേരളത്തിൽ കൊടുക്കുന്നുണ്ട്, എല്ലായിടത്തും എടുക്കുന്നുണ്ട്. ഇന്ത്യ നമ്മൾ എല്ലായിടത്തും എടുക്കുന്നുണ്ട് ഓർഡേഴ്സ്. പക്ഷേ നമ്മൾ ഡെലിവറി ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൂരത്തേക്കുള്ളവർക്കാണ് നമ്മൾ ഫ്രഷ് ഫ്ലവേഴ്സ് വെക്കൂല ഗൈസ്. ഫ്രഷ് ഫ്ലവേഴ്സ് വെക്കൂല, നമ്മൾ മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ ഫ്ലവേഴ്സ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. കാരണം അല്ലെങ്കിൽ ഇത് വാടിപ്പോവും. ബാംഗ്ലൂർ ഉള്ളവർക്ക് നമ്മൾ ഫ്രഷ് ഫ്ലവേഴ്സിൽ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ഇല്ല ഇപ്പം ഞാൻ കേരളത്തിലോട്ട് പോണ ഒരു ടൈമാണെങ്കിൽ അവിടെ ഉള്ളവർക്കും നമ്മൾ ഫ്രഷ് ഫ്ലവേഴ്സ് വെച്ച് ചെയ്യുന്നതായിരിക്കും. പക്ഷേ നമുക്ക് നേരത്തെ ഓർഡർ തന്നെ, അതായത് ഒരു 15 ദിവസം മുമ്പെങ്കിലും നിങ്ങൾ പറയും നമുക്കിത് വേണം എന്ന് പറഞ്ഞാൽ മാത്രമേ ഇത് ചെയ്ത് തരാൻ പറ്റുള്ളൂ. നമുക്ക് വേറെ പ്രൊഡക്ട്സും അവൈലബിൾ ആണ്. ഈ ഒരു ബൊക്കെ മാത്രമൊന്നുമല്ല, നമുക്ക് കുറേ തരം പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഇനി നമ്മൾ ഉണ്ടാക്കാത്ത എന്തെങ്കിലുമാണ് നിങ്ങൾക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി. അത് ഒരു ഫോട്ടോ അയച്ചു തന്നാൽ മതി, നമ്മൾ നോക്കാം. അത് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ അതെന്തായാലും ഉണ്ടാക്കി തരും ഗൈസ്. എൻ്റെ ഫോൺ നമ്പർ ഇതിൻ്റെ അടിയിൽ മെൻഷൻ ചെയ്തേക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ID ഉണ്ട്, ഹെയ്സോസയുടെ ഇൻസ്റ്റാഗ്രാം ID ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ID ഡയറക്റ്റ് മെസ്സേജ് അയക്കാം. ഇനി അതും വേണ്ടെങ്കിൽ എൻ്റെ മറ്റേ ശരിക്കുള്ള അക്കൗണ്ട് മേരിഷിൽ സോസ എന്ന് പറഞ്ഞ അക്കൗണ്ട് മെസ്സേജ് അയച്ചാലും മതി. ആ അക്കൗണ്ടിൽ മെസ്സേജ് അയക്കുമ്പോൾ എന്ന് വെച്ചാൽ എൻ്റെ റിപ്ലൈ വരാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ എനിക്ക് അതിൽ ബൾക്കായിട്ട് കുറേ മെസ്സേജസ് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഡീൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ നമ്മുടെ ടീമുണ്ട് അതൊക്കെ മാനേജ് ചെയ്യാനായിട്ട്. നിങ്ങൾ മെസ്സേജ് അയച്ചാൽ എന്തായാലും റിപ്ലൈ കിട്ടും. പക്ഷേ 15 ദിവസം മുമ്പേ റിപ്ലൈ തരണം, അല്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഗൈസ്. അതുകൊണ്ടാണ് നമുക്ക്, കാരണം ഡെലിവറി തന്നെ കുറച്ച് ടൈം എടുക്കും. അടുത്തുള്ളവർക്ക് ഉറപ്പുണ്ടാവില്ല, ബാക്കിയുള്ളവർക്ക് പ്രശ്നമായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് തിരിച്ച് നമ്മുടെ ബൊക്കയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ഇതൊന്ന് സെറ്റ് ചെയ്ത് ഈ ഒരു സൈഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ഒരു പീസും കൂടി എടുത്തിട്ട് അതുപോലെ തന്നെ മടക്കിയിട്ട് ഇനി ഈ ഒരു താഴത്തും കൂടി നമ്മൾ അതേപോലെ കൊടുക്കണേണ്. ഈ ഒരു സെക്ഷൻ കൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ ബൊക്കെ റെഡിയായി. ഇതാണിപ്പോൾ നമ്മുടെ ഒരു ബേസ് ഇപ്പോൾ റെഡിയാവും. ഓക്കെ, ഇങ്ങനെ ഒന്ന് വെക്കാം കേട്ടോ. ഇങ്ങനെ ഈ ഒരു പിടുത്തത്തിലാണ് കാര്യം. അപ്പം നമ്മൾ ഇങ്ങനെ പിടിക്കുമ്പോൾ ഇതിങ്ങനെ ചാടി നിൽക്കല്ലേ, അതിലാണ് കാര്യം. നമ്മൾ ആ ഒരു ഇത് 2 സൈഡിൽ വെച്ചിട്ടുണ്ട്, കുറച്ച് വെയിറ്റ് ഉള്ള പോലെ ഒരു തോന്നുന്നുണ്ട്. അപ്പോൾ 2 സൈഡിലും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ബേസ്, ബൊക്കയുടെ ബേസ് വരുന്നത് ഇതാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൽ ഫ്ലവർ കുത്താം. അപ്പോൾ നമ്മൾ റെഡ് ഫ്ലവറും കുറച്ച് വൈറ്റ് റോസസുമാണ് ആഡ് ചെയ്യുന്നത്, പിന്നെ കുറച്ച് ഫില്ലിങ് ഫ്ലവേഴ്സ് ആഡ് ചെയ്യും. അത്രയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. നമ്മളെന്തായാലും ആഡ് ചെയ്ത് കാണിച്ചു തരാം. പിന്നെ ഇത് മെയിനായിട്ട് ഒരു ഒരു റിബൺ വേണം. ഓക്കെ, റിബൺ നമ്മൾ ഒരു വൈറ്റ് റിബണാണ് എടുത്തേക്കുന്നത്. പൊതുവേ ഞാൻ റെഡ് റിബണാണ് കിട്ടാറ്. എനിക്ക് വൈറ്റ് റിബൺ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുകൊണ്ട് എനിക്കെന്തോ വൈറ്റ് റിബൺ കെട്ടണമെന്ന് തോന്നി. ഇതുമാതിരി ഐ ലവ് യു അല്ല ലവ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടുകൊണ്ട് നമ്മൾ ഈ ഒരു റിബൺ കെട്ടാമെന്ന് വിചാരിച്ചു. റെഡ് റിബൺ കെട്ടിയാലും നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. നമുക്കിനി ഫ്ലവർ കുത്തുന്നതിലോട്ട് പോകാം. ഓക്കെ ഗൈസ്, തുടങ്ങിയാ നീ? ഓക്കെ, അപ്പം നമുക്ക് ഈ റിബൺ കെട്ടെന്ന് വെച്ചാൽ നമുക്ക് ആ സെലോ ടേപ്പ് ഇവിടെ മറയ്ക്കാൻ പറ്റും. കണ്ടോ, ഇപ്പോൾ ഈ സെലോ ടേപ്പ് ഉണ്ടെന്നുള്ളൊരു സംഭവം നമുക്കിവിടെ കാണില്ല. നമ്മൾ കറക്റ്റായിട്ട് ഒരു അളവെടുത്ത് നടുക്കൊണ്ടെന്ന് കെട്ടാൻ നോക്കാം. പിന്നെ നമുക്ക് ഇവിടെ ഒരു ഭാഗത്ത് ഇങ്ങനെ ലൈക്ക് ബാക്കി വരുന്നുണ്ട്, അത് വേണം നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇല്ല കട്ട് ചെയ്ത് കളഞ്ഞില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. വേണം കട്ട് ചെയ്യാം, കട്ട് ചെയ്യേണ്ട അത്രേ ഉള്ളൂ, അതിന് കുഴപ്പമൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ 2 റിബണൊക്കെ വെച്ചുള്ള പരിപാടിയൊക്കെ ചെയ്യാം. 2 റിബൺ കെട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ലൈക്ക് ഒരു റെഡും ഒരു വൈറ്റും അങ്ങനെയൊക്കെ ചെയ്യാം, നല്ല ഭംഗിയായിരിക്കും അങ്ങനെ കാണാനായിട്ടും. ഓക്കെ, നമ്മൾ ഈ റിബൺ ഇവിടെ സെറ്റ് ചെയ്തു. ഓക്കെ, അപ്പം ഇങ്ങനെ സംഭവം ആയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് അപ്പോൾ നമ്മുടെ ബേസ്. ഇനി നമുക്ക് ഇതുമ്മ ഫ്ലവർ കുത്താം. ഞാൻ പോയി ഫ്ലവർ എടുത്തിട്ട് വരട്ടിട്ട് ബേസ്.
അങ്ങനെ ഗൈസ് നമ്മുടെ നീണ്ട പരിശ്രമത്തിന് ഒടുവിൽ നമ്മൾ ഈ റോസിൻ്റെയൊക്കെ മുള്ളൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. കുറച്ച് അത് കഷ്ടപ്പാടായിരുന്നു, നല്ല മുള്ളുണ്ടായിരുന്നു ഗൈസ്. അപ്പം നമ്മൾ എടുക്കുമ്പോൾ റോസിൻ്റെ മുള്ളൊക്കെ കളഞ്ഞെടുക്കണം, അല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കുത്താൻ പറ്റില്ല. പിന്നെ ഈ ലീഫും കളയണം. അപ്പോൾ നമ്മൾ ഇത്തിരി കഷ്ടപ്പെട്ട് അതിന്. അപ്പോൾ എന്തായാലും അതൊക്കെ ചെയ്ത് നമ്മൾ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതാണ് ഫില്ലിങ് ഫ്ലവർ. ഇതിൻ്റെ പേരെന്നിട്ടായിരുന്നു, വേറെ എന്തോ പറയുന്നതിന്, ബേബി ബ്രീതിങ് ഫ്ലവർ അങ്ങനെ എന്തോ. അപ്പം ഇതാണ് നമ്മൾ അതിൻ്റെ ഇടയിൽ കൊടുക്കാൻ പോണത്. കുറച്ച് വൈറ്റ് ഫ്ലവേഴ്സും പിന്നെ കൂടുതലും വരുന്നത് നമ്മളെ റെഡ് റോസസും ആയിരിക്കും. ഓക്കെ, നമുക്ക് ഇതിലോട്ട് കുത്തി തുടങ്ങാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വേണ്ടാത്ത ഭാഗങ്ങൾ, അതായത് വലിയ ഒരു കൊമ്പായിക്കോല, സ്റ്റെമ്പായിക്കോല, അപ്പം നമ്മൾ അതിൽ നിന്ന് ഒരു ഭാഗം ലൈക്ക് വെട്ടിക്കളഞ്ഞിട്ട് എന്തോരം വേണമെന്ന് വെച്ചാൽ അത്രയും മാത്രം വച്ചാൽ മതി. എന്നിട്ട് ഒരു ലെയറായിട്ട് വേണം നമ്മൾ ഇതിൽ കുത്തി കൊടുക്കാനായിട്ട്. ഇത്രയും തന്നെ വേണമെന്ന് എനിക്ക് തോന്നണില്ല, എന്നാലും നമുക്ക് കുത്തി നോക്കാം എന്തായാലും. അപ്പോൾ ഗൈസ് നമ്മുടെ ബൊക്കെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നത്. ഇതാണ് നമ്മൾ ചെയ്ത ബൊക്കെ. എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കണം, എങ്ങനെയാണ് ചെയ്തതെന്ന് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കണം. ഭയങ്കര സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. കുറച്ച് പേപ്പേഴ്സ് വെക്കുമ്പോൾ നമ്മൾ ആ പിടിക്കേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. 2-3 ഉണ്ടാക്കി കഴിയുമ്പോൾ സെറ്റാവും. ഓക്കെ, ഇനി നമ്മൾ ഇതിൽ കൂടുതലും ചോക്ലേറ്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടാണ് കൊടുക്കാറ്. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു 4 ഫെറർ വാങ്ങിച്ചിട്ടുണ്ട്. അതും കൂടി ഞാൻ ഒന്ന് കുത്തി കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഓവറോൾ സാധനം സെറ്റാവും. അപ്പോൾ ഗൈസ് നമ്മൾ ഇത് ബാംബൂ സ്റ്റിക്കുമ്പോൾ കുത്തിയിട്ടുണ്ട്. ഇത് നമ്മൾ 4 ഫെറാറോ ഇപ്പോൾ എടുത്തിട്ടുള്ളൂ, കാരണം നമ്മൾ ഓരോരുത്തർ പറയണ അനുസരിച്ച് മാത്രം നമ്മൾ എടുക്കാറുള്ളൂ. ഇതിപ്പോൾ നമ്മൾ വെറുതെ ഉണ്ടാക്കണോണ്ട് 4 എടുത്തിട്ടുള്ളൂ നിങ്ങളെ കാണിക്കാനായിട്ട്. നിങ്ങൾക്ക് ഇപ്പോൾ കൂടുതൽ വെച്ച് ചെയ്യണം എന്നാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഓർഡർ തരണയാണെങ്കിൽ എത്രണ്ണം വെക്കണം എന്ന് പറഞ്ഞ അനുസരിച്ച് നമ്മൾ അതനുസരിച്ചായിരിക്കും ബൊക്കെ ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇത് ഇനി നമ്മൾ ഇതിൽ കുത്തണം. നമ്മൾ ശരിക്കും ഈ ഒരു ഫെറാറോ ഇതുമ്പോൾ ഇങ്ങനെ കുത്തുമ്പോൾ ഞാനൊരു കവർ ഇതുമ്പോൾ ഒരു ട്രാൻസ്പെറൻറ്റ് കവർ ഇതുമ്പോൾ ഇങ്ങനെ പൊതിഞ്ഞിട്ട് ഇവിടെ ഒരു സെലോ ടേപ്പ് ചെയ്തിട്ടാണ് വെക്കാറ്. അങ്ങനെയാണ് കൂടുതലും കൊടുക്കാറ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെ കാണിക്കൊണ്ട് മാത്രം നമ്മളിത് കുറച്ച് കഴിയുമ്പോൾ എടുത്ത് തിന്നും, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെക്കണുള്ളൂ. അതുകൊണ്ട് അങ്ങനെയാണ് നമ്മൾ പൊതുവേ ചെയ്യാറ്. സൂക്ഷിക്കണം, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ കൂടി ആ ബാംബൂ സ്റ്റിക്ക് അങ്ങോട്ട് കയറി കൈമ കയറും. അത്ര ഉള്ള പരിപാടി. നമ്മുടെ ബൊക്കെ റെഡിയായി ഗൈസ്. നമുക്ക് വേണമെങ്കിൽ ഇനി കിറ്റ്കാറ്റ് യൂസ് ചെയ്യാം. റെഡ് കളർ ഒരു ലവ് സംഭവമൊക്കെ വരണതാണ്. കൂടുതലും നമ്മുടെ കപ്പിൾസിനുള്ള ബൊക്കെയാണ് ഇത്. സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കപ്പിൾസാണ് ഈ ബൊക്കെ ഓർഡർ ചെയ്യാറ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞ ചോക്ലേറ്റ്സ് നമ്മൾ ആഡ് ചെയ്ത് തരുന്നതായിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾ കപ്പിളല്ലെന്ന് വെച്ചാൽ പേടിക്കൊന്നും വേണ്ട, നമ്മളല്ലാത്ത ബൊക്കെയും ചെയ്യുന്നുണ്ട്, വേറെ കളറിലും ചെയ്യണുണ്ട്. പറഞ്ഞാൽ മതി, അതനുസരിച്ച് നമ്മൾ ബൊക്കെ ചെയ്ത് സെറ്റ് ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മുടെ ഈ ഒരു ബൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഫെറാറോ ആഡ് ചെയ്തു. അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണം അല്ലെങ്കിൽ കസ്റ്റമൈസ് ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞാൽ മതി, നമ്മളത് അതുപോലെ ചെയ്യുന്നതായിരിക്കും. അല്ല നിങ്ങൾക്ക് വേറൊരു ബൊക്കെ ഐഡിയ തന്നെ ഉണ്ടെങ്കിൽ അത് നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതുപോലെയും സെറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൻ്റെ ലിങ്കും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഇതിൻ്റെ അടിയിൽ ലിങ്ക് ചെയ്ത് വെച്ചേക്കാം. നോക്കുക, എന്നിട്ട് നിങ്ങൾക്ക് ഓർഡർ തരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം. അല്ല നിങ്ങൾക്ക് ഇപ്പോൾ പേപ്പേഴ്സ് എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ അതും സെല് ചെയ്യണുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പേപ്പേഴ്സും വാങ്ങിക്കാം. പിന്നെ നിങ്ങൾക്ക് ഇത് ഞാൻ പറഞ്ഞില്ലേ, ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ നോക്കാം, എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് പഠിക്കാം. നിങ്ങൾ വീട്ടിലിരിക്കണേണ്, വെറുതെ ഇരിക്കണമെങ്കിൽ നിങ്ങൾക്കും തുടങ്ങാൻ പറ്റുന്ന ഒരു ചെറിയ ബിസിനസ്സാണിത്. അപ്പോൾ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലും ബൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടാക്കുന്ന വീഡിയോസ് വേണം, അല്ലെങ്കിൽ അതിൻ്റെ ട്യൂട്ടോറിയൽ വേണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞാൽ മതി, കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ആ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്തുതരാം. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വിചാരിക്കണം. ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം ബൊക്കെ. ഓക്കെ, ബൈ ഗൈസ്.